ഹലോ കൂട്ടുകാരെ, പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരിക. അപ്പോൾ ഞാനിന്ന് ഏത്തപ്പഴം കൊണ്ടൊരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കുക്കറിൽ വെച്ച് 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കണം. ഇതിനെ ഇനി ഉടച്ചെടുക്കണം. അപ്പോൾ ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഏത്തപ്പഴം നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് ശരിക്കും അങ്ങ് കുഴഞ്ഞെടുത്തിട്ടില്ല, ഒത്തിരി തരിതരിപ്പുള്ള രീതിയിലാണ് ഞാൻ ഉടച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്നത് പഴം, ഏത്തപ്പഴം, ശർക്കര പാനി കാച്ചിയത്, ചവ്വരി വേവിച്ചത്, ഏലക്ക പൊടിച്ചത്, പിന്നെ നെയ്യ്, കിസ്മിസ് വേണമെങ്കിൽ കിസ്മിസ് ഇടാം. ഞാനിപ്പോൾ അതിലേക്ക് കിസ്മിസ് ഇടുന്നില്ല. ഞാൻ തേങ്ങ മാത്രമാണ് നെയ്യിൽ മൂപ്പിച്ചിടാൻ പോകുന്നത്. അപ്പോൾ ഹലോ കൂട്ടുകാരെ, അപ്പോൾ അതിനാവശ്യമായ ഒരു പാത്രം ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് പശുവിൻ പാലാണ് ഈ ഒഴിക്കുന്നത്. പാലൊഴിച്ചു കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഏത്തപ്പഴം അവിച്ച് ഉടച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ഇത് നന്നായിട്ട് ഈ പാലിൽ കിടന്ന് നന്നായി ഒന്ന് വേകണം. അപ്പോൾ ഞാൻ ചവ്വരി കുറച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ചവ്വരിയൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി മതി. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് പകുതി ചവ്വരി ഇതിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായ ഒരു 7 ഏലക്ക എടുത്തിട്ടുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്നതാണ്, പൊടിച്ചതല്ല. നമ്മുടെ പഴയ രീതിയിലുള്ള ഇതാണ്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ശർക്കര പാനി കാച്ചിയതാണ്. അത് നമുക്കൊന്ന് അരിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് പാല് കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, എൻ്റെ ഏത്തപ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നെയ്യിൽ തേങ്ങ വറുത്തെടുക്കുന്നു. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ശരിക്കും ഞാൻ മൂപ്പിക്കത്തില്ല, കാരണം അപ്പോൾ ടേസ്റ്റ് വേറെ രീതിയിലേക്ക് പോകും. ഒരു ശകല പച്ച കൂടെ വേണം. എന്ന് വെച്ചാൽ ഒരുപാട് പച്ചയില്ല, ഒരു ചെറിയ ഒരു രീതിയിൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നമുക്കത് ചവച്ചൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, ഞാനുണ്ടാക്കിയ ഏത്തപ്പഴ പായസമാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തണുക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കാറില്ല, കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാനുള്ളത്. അപ്പോൾ അത് ചൂടോടുകൂടി തന്നെ കഴിക്കണം എന്നുള്ളൊരു നിർബന്ധമുള്ളതാണ് ഞാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. സൂപ്പർ സെറ്റ് കൂട്ടുകാരെ, അടിപൊളി അടിപൊളി. കൂട്ടുകാരെ, ഇത് എല്ലാവർക്കും ഇഷ്ടമായുവെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.